ഹലോ, വെൽക്കം ടു ബട്ടൺസ് ആൻഡ് ബുട്ടസ്. എല്ലാവർക്കും പുതിയ വർഷത്തിൻ്റെ എല്ലാ നന്മകളും ആശംസിക്കുന്നു. എല്ലാവർക്കും നല്ല ഐശ്വര്യവും സന്തോഷവും ഒക്കെ നിറഞ്ഞ ഒരു പുതുവർഷമായിരിക്കട്ടെ എന്ന് ആത്മാർത്ഥമായിട്ടുള്ള പ്രാർത്ഥനയോടുകൂടി നമുക്ക് ഇന്നത്തെ കളക്ഷൻസിലേക്ക് പോകാം. ഇന്ന് അസോർട്ടഡ് ആയിട്ടുള്ള കുറച്ച് കളക്ഷൻസാണ് കാണിക്കുന്നത്. അതിൽ സെമി സിൽക്ക് വരുന്നുണ്ട്, ലിനൻ കോട്ടൺ വരുന്നുണ്ട്, ചന്തേരി കോട്ടൺ വരുന്നുണ്ട്, പിന്നെ നമ്മുടെ കോട്ട സാരീസും വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് ഓരോന്നായിട്ട് കാണാം. ഫസ്റ്റ് സാരി ഇങ്ങനെ ചന്തേരി ബോർഡറോടുകൂടി സെമി സിൽക്കിൽ അജ്രക്കിൻ്റെ പ്രിൻറ്റ് വരുന്ന നല്ലൊരു പേർപ്പിൾ കളറിലെ സാരിയാണ്. സാരിയുടെ ബോഡിയിൽ ഫുള്ളായിട്ട് അജ്രക് പ്രിൻ്റാണ് പോയിട്ടുള്ളത്. സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. പല്ലു പോർഷനിലും അജ്രക് ഡിസൈൻ തന്നെയാണ് വന്നിട്ടുള്ളത്. അജ്രക്കിൻ്റെ പ്രിൻ്റാണ് ഈ പോയിരിക്കുന്നതെല്ലാം. ബോർഡറിൽ ഇങ്ങനെ ചെറിയ വീതിയിൽ ചന്തേരി ബോർഡർ പോയിട്ടുണ്ട്. സാരിക്ക് ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് ഈ സാരിക്ക് അവൈലബിൾ ആയിട്ടുള്ളത്. 1 മീറ്ററിൻ്റെ ബ്ലൗസ് പീസാണ് വരുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസിൻ്റെ കളർ വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ ബോർഡറിലും ഇതുപോലെ ചന്തേരിയുടെ ബോർഡർ പോയിട്ടുണ്ട്. സ്ലീവ് വരുന്ന പാർട്ടിലായിട്ട് ഇങ്ങനെ ബോർഡർ വന്നിട്ടുണ്ട്. ബ്ലൗസ് പീസിൽ ഡിസൈൻ ഒന്നുമില്ല, പ്ലെയിൻ ആണ്. സാരിയുടെ ബോഡിയിൽ ഓൾ ഓവർ ദ ബോഡി ഇങ്ങനെ ഫുള്ളായിട്ട് ചന്തേരി ഡിസൈൻ പോയിട്ടുണ്ട്. നല്ല ഭംഗിയുള്ളൊരു കളറുമാണ്. ഒരു പേർപ്പിൾ കളറാണ്, നല്ല രസമുള്ള ഒരു കളറാണ്. സാരിയുടെ ഫാബ്രിക് സെമി സിൽക്കാണ് വരുന്നത്. റേറ്റ് വരുന്നത് 1450 രൂപ, 1450. അതാണ് സാരിയുടെ റേറ്റ്. ഇതിൻ്റെ ഒരു 3-4 കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. ഞാൻ ഓരോന്നായിട്ട് കാണിക്കാം. അടുത്ത സാരി ഇങ്ങനെയാണ് വരുന്നത്. നല്ല ഭംഗിയുള്ളൊരു മെറൂൺ ഷെയ്ഡാണ് സാരിക്ക് വരുന്നത്. ഒരു മെറൂൺ, ഒരു വൈൻ ഷെയ്ഡ് കൂടെ മിക്സ് ചെയ്ത് വരുന്ന പോലെ ഒരു മെറൂണാണ്. വീഡിയോയിൽ കാണുന്ന കളറും സൺലൈറ്റിൽ കാണുന്ന കളറും തമ്മിൽ സ്ലൈറ്റ് വേരിയേഷൻസ് ഉണ്ടായിരിക്കും. അങ്ങനെ കളറിൽ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ളവർ എന്നോട് പറയുക. ഞാൻ സൺലൈറ്റിൽ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ അങ്ങനെയുള്ളവർക്ക് അയച്ചു കൊടുക്കാറുണ്ട്, കളറിൻ്റെ കാര്യത്തിൽ വളരെ സംശയം പറയുന്നവർക്ക്. അപ്പോൾ അങ്ങനെ വളരെ പെർട്ടിക്കുലർ ആയിട്ടുള്ളവർ, ചിലർ സ്ലൈറ്റ് വേരിയേഷൻസിലൊക്കെ ഓക്കെ ആയിട്ടുള്ളവരുണ്ട്, അതൊന്നും പ്രശ്നമല്ല, ഏകദേശം ഒരു കളർ ഉദ്ദേശിച്ച പോലെയൊക്കെ വന്നാൽ മതി എന്നുള്ളവരുണ്ട്. ചിലർ വളരെ പെർട്ടിക്കുലറാണ്. അപ്പോൾ അങ്ങനെ ഉള്ളവർ എന്നോട് ആവശ്യപ്പെടുന്നവർക്ക് ഞാൻ അന്നേരം ഫോട്ടോ സൺലൈറ്റിൽ വെച്ചൊരു ഫോട്ടോ എടുത്ത് അയക്കാറുണ്ട്. സാരിയുടെ പല്ലു പോർഷൻ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെ പല്ലു പോർഷനിൽ എൻഡിലായിട്ട് ഇങ്ങനെ ചെറിയ ഒരു വീവിങ് പോയിട്ടുണ്ട്. എല്ലാ സാരീസിലും ഉണ്ട്. നേരത്തെ ഞാനത് പറയാൻ വിട്ടുപോയതാണെന്ന് തോന്നുന്നു. ഇങ്ങനെ ചെറിയൊരു വീവിങ് പോയിട്ടുണ്ട്. ചെറിയ ടസിൽസും ഉണ്ട്. പിന്നെ ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് നേരത്തെ സാരി കാണിച്ച പോലെ തന്നെ പ്ലെയിൻ ആയിട്ടുള്ള ബ്ലൗസ് പീസാണ്. ഇങ്ങനെ ബ്ലൗസ് പീസ് പ്ലെയിൻ ആണ്. എല്ലാ സാരീസിനും ബ്ലൗസ് പീസ് ഉണ്ട്. 1 മീറ്ററിൻ്റെ നല്ല നീളവും വീതിയൊക്കെ ഉള്ള ബ്ലൗസ് പീസാണ്. അപ്പോൾ നിങ്ങൾക്ക് സ്റ്റിച്ച് ചെയ്തെടുക്കാൻ ബുദ്ധിമുട്ടൊന്നും വരുമെന്ന് തോന്നുന്നില്ല. പിന്നെ ഇതുപോലെ ബ്ലൗസിൻ്റെ സ്ലീവ് പോർഷനിൽ വരുന്നിടത്തായിട്ട് ഇങ്ങനെ ചന്തേരിയുടെ ബോർഡറും വരുന്നുണ്ട്. ഇങ്ങനെയാണ് സാരി വരുന്നത്. 1450 രൂപ, 145. നെക്സ്റ്റ് കളർ ഇങ്ങനെ ഒരു ചെറുപയർ പച്ച കളറാണ്. വേറെ വ്യത്യാസം ഒന്നും സാരിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് ഞാൻ നിവർത്തി കാണിക്കാത്തത്. ആദ്യത്തെ 2 സാരി കാണിച്ചതുപോലെ തന്നെയാണ്, കളറിൽ മാത്രമേ ഉള്ളൂ വ്യത്യാസം. ഇത് ചെറുപയർ പച്ച കളറ് മനസ്സിലാകുക എന്ന് കരുതുന്നു. നെക്സ്റ്റ് കളർ നല്ലൊരു മാമ്പഴ മഞ്ഞയാണ്. ഇപ്പോൾ കാണുന്ന ഈ കളറ്, ഇതാണ് ഇതിൻ്റെ കറക്റ്റ് കളറ്. ഒരു ഓറഞ്ച് മിക്സ്ഡ് ആയിട്ടുള്ള യെല്ലോ ബ്രിക്ക് ഷെയ്ഡാണ് എടുത്തത്. ഇപ്പോൾ കാണുന്നതാണ് അതിൻ്റെ കറക്റ്റ് സാരിയുടെ കറക്റ്റ് കളർ. അടുത്ത സാരി നിങ്ങൾക്ക് എല്ലാവർക്കും പരിചയമുള്ള ചന്തേരി കോട്ടൺ സാരിയാണ്. അതിൻ്റെ അകത്ത് വേറൊരു കളർ ഷെയ്ഡാണ് ഇത്തവണ വന്നിരിക്കുന്നത്. ഒരു ബ്ലാക്കും ഒരു മസ്റ്റർഡ് യെല്ലോ എന്ന് പറയാമോ എന്നറിയില്ല, ഒരു ഗ്രീനിഷ് യെല്ലോ പോലെയുള്ള ഒരു യെല്ലോയുടെ ടോണുമാണ് വന്നിരിക്കുന്നത്. ഇതിൻ്റെ തന്നെ കോഫി ബ്രൗണും മെറൂണും ഒക്കെ നമ്മൾ നേരത്തെ കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ ആദ്യമായിട്ടാണ് ഈ ഒരു കളർ പാറ്റേൺ നമ്മൾ അവതരിപ്പിക്കുന്നത്. ഈ ബ്ലാക്കും ഈ ഒരു ഗ്രീനിഷ് യെല്ലോ കളർ കോമ്പിനേഷനിൽ നമ്മൾ ആദ്യമായിട്ടാണ് കാണിക്കുന്നത്. ഇങ്ങനെയാണ് സാരി
വളരെ സോഫ്റ്റ് ആയിട്ടുള്ള കോട്ടൺ സാരിയാണിത്. അതിലിങ്ങനെ ചന്തേരിയുടെ ബോർഡറാണ് പോയിട്ടുള്ളത്. സാരിയുടെ മെറ്റീരിയൽ വളരെ സോഫ്റ്റാണ്. ഇങ്ങനെ നമ്മളിങ്ങനെ പിടിച്ചാൽ വളരെ ബട്ടർ പോലെ സോഫ്റ്റായിട്ടാണ് സാരിയുടെ മെറ്റീരിയൽ ഇരിക്കുന്നത്. ഉടുക്കാനൊക്കെ വളരെ സുഖമാണ്. ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ഈ മാംഗോ മോട്ടീവ്സ് ആണ് പോകുന്നത്. ഇതെല്ലാം ഹാൻഡ് ബ്ലോക്സ് ആണ് കേട്ടോ, അല്ലാതെ വേറെ ഇതൊന്നുമല്ല, പ്രിൻ്റൊന്നുമല്ല, ഹാൻഡ് ബ്ലോക്സ് തന്നെയാണ്. സാരി നമ്മൾ ഡ്രേപ്പ് ചെയ്യുമ്പോൾ സിംഗിൾ ലെയറിൽ ഇതിന് ഇത്രയും തിക്നെസ്സേ ഉള്ളൂ. കുറച്ചൊരു പിന്നെ ബ്ലൗസ് ബ്ലാക്ക് ബ്ലൗസൊക്കെ ആണെങ്കിൽ നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ കുറച്ച് ട്രാൻസ്പെറൻറ്റ് തന്നെയായിരിക്കും. പിന്നെ നമുക്ക് ഈ സാരി ഇങ്ങനെ വേണമെങ്കിലും ഡ്രൈപ്പ് ചെയ്യാം, നിങ്ങൾക്ക് പ്ലീറ്റ്സ് എടുത്ത് വേണമെങ്കിലും ഡ്രൈപ്പ് ചെയ്യാം. ഇത്രയും വലിയ വീതിയുള്ള ബോർഡർ ആകുമ്പോൾ ഇങ്ങനെ ഒരു സ്റ്റൈലിലൊക്കെ ഡ്രൈപ്പ് ചെയ്യുന്നവരുണ്ടല്ലോ, അവർക്കൊക്കെ ഡ്രൈപ്പ് ചെയ്താൽ നല്ല ഭംഗിയായിട്ട് കിടക്കും. അതുപോലെ തന്നെ സാരി ഡ്രൈപ്പ് ചെയ്യുമ്പോൾ നമ്മൾ ഇവിടെ പ്ലീറ്റ്സ്, ഫ്രണ്ടിൽ പ്ലീറ്റ്സ് എടുക്കുന്ന ഭാഗത്ത് താഴോട്ട് ഇങ്ങനെ ഈ ഒരു മാംഗോയുടെ ഡിസൈൻ താഴേക്കായിട്ട് കാണും. ഇതിനൊരു ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസിൻ്റെ ഡിസൈൻ വരുന്നത്. ബ്ലൗസ് പീസ് ഒരു 1 മീറ്റർ തികച്ചില്ല, 1 മീറ്റർ അടുത്തൊക്കെ ഉള്ള ഒരു 90 സെൻറ്റിമീറ്ററൊക്കെയാണ് ബ്ലൗസ് പീസിന് വരുന്നത്. ബ്ലൗസ് പീസിൻ്റെ വീതി എത്ര, ഒരു 1.10 വീതിയുണ്ട്. പക്ഷേ നീളം ഒരു 90 ഉള്ളു. ചിലപ്പോൾ സ്റ്റിച്ചിങ് സെൻറ്ററിൽ നിങ്ങൾ ചോദിച്ചാൽ ചിലർക്ക് ഇത് അഡ്ജസ്റ്റ് ചെയ്ത് തയ്ക്കാൻ അറിയാവുന്നവരുണ്ട്, ടൈലേഴ്സ്. അപ്പം 1.10 വീതിയുള്ളത് കൊണ്ട് ബോർഡറിൽ ഇങ്ങനെ ചന്തേരിയുടെ കര പോയിട്ടുണ്ട്, ഡിസൈൻ പോയിട്ടുണ്ട് ബോർഡർ പോർഷനിലായിട്ട്. ബ്ലൗസ് പീസിൻ്റെ ഡിസൈൻ ഇങ്ങനെയാണ് വരുന്നത്. ഇങ്ങനെയാണ് ബ്ലൗസിൻ്റെ ഡിസൈൻ. ഈ തരം സാരീസിലെല്ലാം കോൺട്രാസ്റ്റ് ആയിട്ടുള്ള ബ്ലൗസ് പീസാണ് നോർമലി വരാറ്. പക്ഷെ നല്ല ഭംഗിയുള്ള ബ്ലോക്സ് ആയിരിക്കും ആ ബ്ലൗസ് പീസിലൊക്കെ ഉപയോഗിക്കുന്നത്. അപ്പം നമുക്ക് ഭയങ്കര ഒരു ക്ലാസി ലുക്ക് തരുന്ന സാരിയും ബ്ലൗസ് പീസും ഒക്കെയാണ് അതിൻ്റേത് തന്നെ വെയർ ചെയ്താൽ. അല്ലെങ്കിൽ നിങ്ങൾക്ക് നല്ല കോൺട്രാസ്റ്റിൻ്റെ ബ്ലൗസ് പീസൊക്കെ ചിലർക്ക് നോക്കിയെടുക്കാനൊക്കെ അറിയാവുന്നവരുണ്ടല്ലോ, അങ്ങനെയുള്ളവർക്കെല്ലാം നന്നായിട്ട് സെലക്ട് ചെയ്ത് വെയർ ചെയ്താൽ നല്ല രസമുള്ള സാരിയാണിത്. നമുക്കൊരു ഈ സാരിയൊക്കെ ഇതിൻ്റെ മെറ്റീരിയൽ എന്താണെന്നൊക്കെ മനസ്സിലാക്കി എടുക്കുന്നവർക്ക് ചേരുന്ന സാരീസാണ് ഇതെല്ലാം. എല്ലാവർക്കും ഒന്നും ഈ സാരീസിനോട് ഇഷ്ടം വരില്ല. ഇപ്പം ചന്തേരി കോട്ടൺ മെറ്റീരിയലിലെ സാരി ഇഷ്ടപ്പെടുന്നവർക്ക് ഒക്കെയുള്ള സാരിയാണിത്. ചില സാരീസ് അങ്ങനെയാണ്, എല്ലാവരെയും തൃപ്തിപ്പെടുത്താൻ ആ സാരികൾക്ക് പറ്റാറില്ല. ആ മെറ്റീരിയൽ, ആ ഒരു ഹാൻഡ് ബ്ലോക്ക് വരുന്ന ആ ഒരു ഡിസൈന്, അതൊക്കെ ഇഷ്ടപ്പെടുന്ന ഒരു പർട്ടിക്കുലർ കാറ്റഗറി ആൾക്കാർക്ക് ചേരുന്ന ടൈപ്പ് സാരീസാണ് ഇതെല്ലാം. നമ്മളൊരു നോർമൽ കോട്ടൺ സാരി എന്നുള്ള രീതിയിൽ ഇതിനെ ആ ഒരു ഇതിൽ അപ്രോച്ച് ചെയ്യുന്നവർക്ക് അതൊരു തൃപ്തിക്കുറവ് വരും. അതുകൊണ്ടാണ് ഞാൻ എടുത്തു പറഞ്ഞത്. ചില ടൈപ്പ് ഓഫ് സാരീസ് ഇഷ്ടപ്പെടുന്ന തരം ആൾക്കാർക്ക് ഉള്ള സാരികളാണ് ഇതെല്ലാം. പിന്നെ പ്രായമായവർക്ക് മറ്റൊന്നുമല്ല, ഉടുക്കാനുള്ള ആ കംഫർട്ട് കാര്യം വളരെ സുഖമാണ് ഉടുക്കാൻ. വളരെ സോഫ്റ്റ്, ബേബി സോഫ്റ്റ് ആയിട്ടുള്ള ഒരു ടൈപ്പാണ് മെറ്റീരിയൽ. അപ്പോൾ ഉടുക്കാനുള്ള ആ സുഖം. പല്ലുവിൽ ഫുള്ളായിട്ട് ഇങ്ങനെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ആ ഡിസൈൻ തന്നെയാണ് ഇങ്ങനെ പോയിരിക്കുന്നത്. ഇത്തവണ നമുക്ക് 2 കളർ ഷെയ്ഡിലാണ് ഇത് കിട്ടിയത്. ഒന്ന് ഈ ബ്ലാക്കും, പിന്നെ ഒന്ന് കഴിഞ്ഞ ദിവസം ഞാൻ റീസ്റ്റോക്ക് അലേർട്ടായിട്ട് കാണിച്ച് ആ ബ്രൗണും, അതും കൂടെ ഒന്ന് കാണിക്കാം. ഇത് കോഫി ബ്രൗൺ കളറാണ് കേട്ടോ. നേരിട്ട് ഇതിൽ വീഡിയോ കാണുമ്പോൾ ചെറിയൊരു മെറൂണിൻ്റെ പോലെയൊക്കെ തോന്നുന്നുണ്ടെങ്കിൽ അങ്ങനെയല്ല, ഒരു കോഫി ബ്രൗൺ കളർ തന്നെയാണ് സാരിക്ക്. ഇങ്ങനെയാണ് സാരി വരുന്നത്. സാരിയുടെ താഴത്തെ പോർഷനിൽ ഇത്രയും വീതിക്കാണ് ആ മാംഗോയുടെ ഡിസൈൻ വരുന്നത്. പല്ലു പോർഷനിൽ ഫുള്ളായിട്ട് ഇങ്ങനെ മാംഗോ ഡിസൈനാണ്. നല്ല ഭംഗിയാണ്, ആ ഡിസൈനും കാണാൻ നല്ല രസമാണ്. ഹാൻഡ് ബ്ലോക്സ് ആണ്, നല്ല ഭംഗിയുള്ള ബ്ലോക്സ് ആണ്. ബ്ലൗസ് പീസ് വരുന്നത് ഇതിൻ്റേത് ഇങ്ങനെ പോൾക്ക ഡോട്ട്സ് ഉള്ള ബ്ലൗസ് പീസാണ് ഇതിൻ്റെ അകത്ത് വരുന്നത്. അത് ഈ 2 സാരിയുടെയും ബ്ലൗസ് പീസിന് ഒരു ഇങ്ങനെ ഒരു നിറമാണ്, ഒരു ക്രീം പോലെ ഒരു നിറത്തിൽ ഇങ്ങനെ കറുത്ത പുള്ളികളാണ് വരുന്നത്. അതിനിങ്ങനെ സൈഡിൽ അതുപോലെ ചന്തേരിയുടെ ബോർഡർ പോയിട്ടുണ്ട് സ്ലീവ് വരുന്ന ഭാഗത്തായിട്ട്. ഇങ്ങനെ ഒരുപാട് പുതിയ ആൾക്കാർ വന്ന് ഈ സാരി ഉണ്ടോയെന്ന് കഴിഞ്ഞ ദിവസത്തെ വീഡിയോ കണ്ടിട്ട് ചോദിക്കാൻ തുടങ്ങി. അതുകൊണ്ടാണ് ഞാൻ പിന്നെ എന്നാൽ അവർക്ക് ഉപകാരപ്പെട്ടോട്ടെ എന്നോർത്തൊന്ന് എക്സ്പ്ലെയിൻ ചെയ്തേക്കാമെന്നോർത്ത് കാണിച്ചത്. ഓക്കെ,
അടുത്ത് കാണിക്കുന്നത് ലിനൻ കോട്ടൺ സാരീസാണ്. വൈറ്റ് ബേസ് ആണ് എല്ലാ സാരീസിനും. അതിലിങ്ങനെ സാങ്കനേരി ഹാൻഡ് ബ്ലോക്സ് വരുന്ന സാരീസാണ് ഇത്. അപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ പ്രിൻറ്റും കാര്യങ്ങളും ഒക്കെ ഇഷ്ടമുള്ളവർക്ക്, അത്തരം താല്പര്യമുള്ളവർക്ക് ചേരുന്ന സാരീസാണ് ഇതെല്ലാം. മെറ്റീരിയൽ ലിനൻ കോട്ടൺ ആണ്. അപ്പം അതും എല്ലാവർക്കും അത്ര ഇഷ്ടപ്പെടണമെന്നില്ല. കാര്യം ഇതിനൊരു സ്റ്റാർച്ച് ചെയ്താൽ ഇത് നല്ല സ്റ്റിഫാകും. പക്ഷേ സ്റ്റാർച്ച് ചെയ്യാതെ ഇതിനൊരു ഇങ്ങനെ ഒരു അയഞ്ഞ രീതിയാണ് സാരിക്ക്. സാരിയുടെ പല്ലു പോർഷനിലും എല്ലാം ഹാൻഡ് ബ്ലോക്സ് ആണ് ചെയ്തിരിക്കുന്നത്. ഇങ്ങനെയാണ് ഹാൻഡ് ബ്ലോക്സിൻ്റെ ഡിസൈൻ പല്ലു പോർഷനിലേ വരുന്നത്. സാരിക്ക് ഒരു ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് ബ്ലൗസ് പീസിൻ്റെ ഡിസൈൻ വരുന്നത്. ബ്ലൗസ് പീസിലും എല്ലാം ഹാൻഡ് ബ്ലോക്സ് ആണ് ചെയ്തിട്ടുള്ളത്. അപ്പോൾ ഹാൻഡ് ബ്ലോക്സ് ചെയ്യുന്ന സാരീസിൻ്റെ ഒരു പ്രത്യേകത എന്താണെന്ന് പറഞ്ഞാൽ അതിൻ്റെ ഡൈ ഇങ്ങനെ ചിലയിടത്ത് ഏറിയും ചിലയിടത്ത് കുറഞ്ഞും ഒക്കെ ആയിട്ടിരിക്കും. അത് ഡിഫക്റ്റോ ഡാമേജോ ഒന്നുമല്ല. ഹാൻഡ് ബ്ലോക്ക് ചെയ്യുന്ന സാരീസിൻ്റെ ഒരു പെക്യൂലിയാരിറ്റിയാണ്. ഞാൻ ഇതിന് മുൻപ് എപ്പോഴോ ഒരു വീഡിയോയിലും അത് പറഞ്ഞിട്ടുണ്ട്. എന്നാലും സംശയം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഞാൻ വീണ്ടും പറഞ്ഞതാണ്. ഹാൻഡ് ബ്ലോക്സ് ഉള്ള സാരീസിൽ അതിൻ്റെ ചായം കുറച്ച് ഏറിയും കുറഞ്ഞും ഒക്കെ ആയിട്ട് പല ഭാഗത്തായിട്ടും കണ്ടെന്നിരിക്കും. അതൊന്നും ഡിഫക്റ്റായിട്ട് കാണരുത്. അപ്പം ഇത്രയാണ് സാരിയെ പറ്റിയുള്ള ഡീറ്റെയിലിങ്. സാരി മെറ്റീരിയൽ ലിനൻ കോട്ടൺ ആണ്. ഇതിൻ്റെ റേറ്റ് വരുന്നത് 1150 ആണ്. 1150 രൂപയാണ് സാരിയുടെ റേറ്റ് വരുന്നത്. ഇത് പ്രത്യേക ഭംഗിയുള്ള പ്രിൻ്റാണ് ഈ സാങ്കനേരി പ്രിൻ്റ് എന്ന് പറയുന്നത്. രാജസ്ഥാനി ചെയ്യുന്ന പ്രിൻ്റാണ്. ഹാൻഡ് ബ്ലോക്സ് ആയിട്ടാണ് ഇത് ചെയ്യുന്നത്. പിന്നെ സാരിയുടെ ബോർഡറിൽ ഇങ്ങനെ ഒരു സിൽവർ സെറിയുടെ വീവിങ്ങും പോയിട്ടുണ്ട്. 2 ബോർഡറിലും ഉണ്ട്. സാരിയുടെ പല്ലു പോർഷനിലും ചെറുതായിട്ട് ആ വീവിങ് ഇടയ്ക്കൊക്കെ ഇങ്ങനെ പോകുന്നതായിട്ട് കാണാം. ഇടയ്ക്കൊക്കെ ഉള്ള ഭാഗത്തായിട്ട് ഇവിടെയൊക്കെ ആയിട്ട്, അത് വീഡിയോയിൽ അത്ര ക്ലിയർ ആയിട്ട് കാണാൻ പറ്റുകയില്ല, ഇങ്ങനെ പോകുന്നത് കാണാം. ഓക്കെ, ഇതിൻ്റെ 4-5 കളർ ഷെയ്ഡ്സ് അവൈലബിൾ ആണ്. പക്ഷേ എല്ലാത്തിൻ്റെയും ബേസ് എന്ന് പറയുന്നത് വൈറ്റ് തന്നെയാണ്. വൈറ്റിൽ ഇങ്ങനെ പല നിറമുള്ള ഡിസൈനാണ് വന്നിട്ടുള്ളത്. ഓരോന്നായിട്ട് കാണിക്കാം. ഇത് ഇങ്ങനെ ഒരു പ്രിൻ്റാണ് അടുത്ത് പോയിട്ടുള്ളത്. ഇതിൻ്റെ അകത്ത് യെല്ലോ ഉണ്ട്, ഒരു മെറൂൺ ഷെയ്ഡുണ്ട്. അങ്ങനെ 2-3 കളർ മിക്സ് ചെയ്തിട്ട് വരുന്ന ഒരു പ്രിൻ്റാണ് സാരിയിൽ. ഈ സാരിക്കും എല്ലാ സാരീസിനും ബ്ലൗസ് പീസ് അവൈലബിൾ ആണ്. എല്ലാ സാരീസിൻ്റെയും ലെങ്ത്ത് 5.5 മീറ്റർ ആണ്. ബ്ലൗസ് പീസ് 1 മീറ്റർ ബ്ലൗസ് പീസും അവൈലബിൾ ആണ്. ഇങ്ങനെയാണ് സാരി വരുന്നത്. സാരിയുടെ ബോർഡറിലായിട്ട് നേരത്തെ കാണിച്ചതുപോലെ തന്നെ ആ ഒരു സിൽവർ സെറി പോയിട്ടുണ്ട്. സാരിയുടെ പല്ലു പോർഷൻ, ഇതിലെ പല്ലു പോർഷൻ കുറച്ച് ഡിഫറെൻ്റ് ആണ്. നല്ല രസമുള്ളൊരു പല്ലു പോർഷനാണ്. ഇങ്ങനെയാണ് ഇതിലെ പല്ലു പോർഷൻ വരുന്നത്. ലിനൻ കോട്ടൺ ആണ് മെറ്റീരിയൽ മനസ്സിലാക്കി വേണം സാരി എടുക്കാൻ. സാധാരണ കോട്ടൺ എന്ന് കേട്ടിട്ട് കോട്ടൺ സാരി എക്സ്പെക്ട് ചെയ്ത് എടുക്കുന്നവർക്ക് ലിനനൊക്കെ കിട്ടുമ്പം ഭയങ്കര ഒരു നിരാശയായിരിക്കും. അതുകൊണ്ട് ഇതെന്ത് സാരിയാണെന്നൊക്കെ തോന്നും. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ എപ്പോഴും സാരിയുടെ ഫാബ്രിക് മനസ്സിലാക്കി വേണം സാരി എടുക്കാൻ. കാര്യം ഓരോ ഫാബ്രിക്കിനും ഓരോ സ്വഭാവമാണല്ലോ. അപ്പം നമുക്ക് എല്ലാ സാരിയും ഒരേ രീതിയിൽ ഒരേ സ്റ്റിഫ്നെസ്സിലൊക്കെ ഇരിക്കണമെന്ന് വെച്ചാൽ ഓരോ ഫാബ്രിക്കിൻ്റെ സ്വഭാവം അത് കാണിക്കുമല്ലോ. അപ്പോൾ അതുപോലെ വ്യത്യാസം ഉണ്ടാകും. അപ്പോൾ എല്ലാവരും അതൊന്ന് ശ്രദ്ധിച്ചിട്ട് എടുക്കണം. പിന്നെ വീഡിയോയിൽ കാണിക്കാൻ പറ്റുന്നതിൻ്റെ മാക്സിമം ഞാൻ സാരീസ് എക്സ്പ്ലെയിൻ ചെയ്യാനും കാണിച്ചു തരാനും ശ്രമിക്കാറുണ്ട്. എന്നാലും ചിലപ്പോഴൊക്കെ എല്ലാ ഡീറ്റെയിലിങ്ങും അങ്ങനെ കിട്ടുന്നില്ല. ഇതാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ബ്ലൗസ് പീസിൽ ഇങ്ങനെ ഒരു മസ്റ്റർഡ് യെല്ലോയുടെ തന്നെ ഒരു ഡിസൈനാണ് പോയിട്ടുള്ളത്. ഇങ്ങനെ ഫുള്ളായിട്ട് 1 മീറ്ററിൻ്റെ ബ്ലൗസ് പീസാണ്. ബ്ലൗസ് പീസിൻ്റെയും എൻഡ് പോർഷനിലായിട്ട് സാരി കാണുന്ന അതേ ഡിസൈൻ തന്നെ വരുന്നുണ്ട്. ഇങ്ങനെ ബ്ലൗസിൻ്റെ എൻഡിലായിട്ട് ഇതാണ് വരുന്നത്. ഇങ്ങനെ ഈ സാരിയെല്ലാം തിക്നെസ് വളരെ കുറവുള്ള സാരീസാണ്. അപ്പോൾ ലിനനാകുമ്പം പൊതുവെ മിക്കവാറും പേർക്ക് അറിയാമെന്ന് കരുതുന്നു. പിന്നെ ഈ പ്രിൻ്റ് വരുന്നത് കൊണ്ട് ഈ ഒരു സാങ്കനേരി ഡിസൈൻ ഇങ്ങനെ ഹാൻഡ് ബ്ലോക്സിൻ്റെ ഡിസൈൻ ഫുള്ളായിട്ട് പോയിട്ടുള്ളത് കൊണ്ട് നമുക്ക് ഒരു പ്ലെയിൻ ട്രാൻസ്പെറൻറ്റ് സാരി ഉടുക്കുന്നതിൻ്റെ അത്രയും പ്രശ്നം തോന്നില്ല ബ്ലൗസ് പീസും ഒക്കെ കൂടെ വരുമ്പോൾ. എന്നാലും സാരിക്ക് ഇത്രയൊക്കെ അതിനൊരു തിക്നെസ് ഉള്ളൂ, ഇത്രയൊക്കെ കട്ടിയുള്ളൂ. അത് മനസ്സിലാക്കിക്കൊള്ളുക. വേറൊരു സ്റ്റൈൽ ഓഫ് സാരി ഡ്രേപ്പിംഗ് ഇഷ്ടപ്പെടുന്നവർക്ക് ഉള്ള സാരീസാണിതെല്ലാം. ഇങ്ങനെയാണ് പല്ലു പോർഷൻ വരുന്നത്. ഓക്കെ, ഇത് സാരി ഇങ്ങനെയാണ് അതിൻ്റെ ഡിസൈൻ വരുന്നത്. ഒരു മെറൂണും ഗ്രീനും കൂടെയുള്ള കോമ്പിനേഷനിലാണ് അടുത്ത ഡിസൈൻ പോയിട്ടുള്ളത്. ഇതിൻ്റെ ബോഡി ഫുള്ളായിട്ട് ഈ ഒരു ഡിസൈൻ തന്നെയാണ്.
അടുത്ത ഇതിൻ്റെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയാണ് ഇതിൻ്റെ പല്ലു വരുന്നത്. ബ്ലൗസ് പീസ് വരുന്നത് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെയൊരു ഡിസൈനിലാണ് ഇതിൻ്റെ ബ്ലൗസ് പീസ് വരുന്നത്. ഈ സാരീസിൻ്റെ എല്ലാം ഒറിജിനൽ ബ്യൂട്ടി വരുന്നത് സത്യത്തിൽ അതിൻ്റെ തന്നെ ബ്ലൗസ് പീസ് ചേർത്ത് ഇടുമ്പോഴാണ്. അപ്പോൾ നിങ്ങൾ അതിൻ്റെ തന്നെ ബ്ലൗസ് പീസ് ഇട്ട് വെയർ ചെയ്യാൻ നോക്കുക. അപ്പോഴാണ് അതിൻ്റെ കറക്റ്റ് ആ ഒരു നല്ല ഭംഗി നമുക്ക് കിട്ടുന്നത്. ഓക്കെ, ഇങ്ങനെയാണ് അടുത്ത സാരിയിലെ ഹാൻഡ് ബ്ലോക്സിൻ്റെ ഡിസൈൻ പോയിട്ടുള്ളത്. ഇങ്ങനെയാണ് സാരിയുടെ പല്ലു പോർഷൻ വരുന്നത്. പല്ലു പോർഷനിലെ ഡിസൈൻ ഇതുപോലെയാണ് വരുന്നത്. ഇതുപോലെ ഫ്ലവറിൻ്റെ ഡിസൈനാണ് പല്ലു പോർഷനിൽ വരുന്നത്. ഇങ്ങനെ നല്ല രസമുള്ള പല്ലു പോർഷനൊക്കെയാണ് ഈ സാരീസിനൊക്കെ. ഒരു പ്രത്യേക തരം ഭംഗിയുള്ള, നമ്മളങ്ങനെ കോമൺ ആയിട്ട് കാണാത്ത രീതിയിലുള്ള പല്ലുവും ഒക്കെയാണ് ഇതിനകത്ത്. ബ്ലൗസ് പീസ് വരുന്നത് ഇങ്ങനെയാണ്. ഇങ്ങനെ ചെറിയ ചെറിയ സ്കാറ്റേഡ് ആയിട്ടുള്ളൊരു ഡിസൈന്. ഓക്കെ, മനസ്സിലായെന്ന് കരുതുന്നു. എല്ലാ സാരീസും നിവർത്തിയാൽ തിരിച്ചു വെക്കാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണ് ഞാൻ ചിലതൊന്നും 1-2 ഒക്കെ നിവർത്തി കാണിച്ചിട്ട് ബാക്കി ഇങ്ങനെ കാണിക്കുന്നത്. ഓക്കെ, അടുത്ത സാരി നല്ലൊരു പിങ്ക് മിക്സ്ഡ് ആയിട്ടുള്ളൊരു പീച്ച് നിറത്തിലാണ് സാരി വരുന്നത്. ഇങ്ങനെയാണ് സാരിയുടെ കളറ്. അതിലിങ്ങനെ ഹാൻഡ് ബ്ലോക്സ്, ഫ്ലവറിൻ്റെ ഹാൻഡ് ബ്ലോക്സ് ആണ്. ഫ്ലവറെല്ലാം ഒരു ലീഫും ഒക്കെ ഉണ്ട്, ഒരു പ്ലാന്റിൻ്റെ എന്ന് വേണമെങ്കിൽ പറയാം. അങ്ങനെ ഒരു ഹാൻഡ് ബ്ലോക്സ് ആണ് പോയിട്ടുള്ളത്. ഈ സാരിയുടെ പല്ലു പോർഷൻ വരുന്നത് ഇങ്ങനെയാണ്. വളരെ സട്ടിലായിട്ടുള്ള കളേഴ്സാണ് കേട്ടോ ഈ സാരിക്ക്. അപ്പോൾ ചിലപ്പോൾ ചിലർക്ക് തോന്നും ഇതെന്താ മങ്ങിയ സാരി, മങ്ങിയ നിറം മങ്ങിയതാ, അല്ലെങ്കിൽ പഴയ ഡിസൈനാ, അല്ല പഴക്കമായതാന്നൊക്കെ തോന്നും. അങ്ങനെയൊന്നുമല്ല, ഇതിൻ്റെ രീതി ഇങ്ങനെയാണ്. അപ്പോൾ ഈ പ്രിൻറ്റും ഈ സാരിയുടെ ഒരു ഡിസൈനും കാര്യങ്ങളും എല്ലാം ഇങ്ങനെയാണ് പോകുന്നത്. ഭയങ്കര ബ്രൈറ്റായിട്ടുള്ള നിറങ്ങളോ ഒന്നും ഇതിൽ കാണാറില്ല. വളരെ സട്ടിലായിട്ടുള്ള കളേഴ്സും സട്ടിലായിട്ടുള്ള പ്രിൻസും ഒക്കെയാണ് ഇതിൽ വരുന്നത്. ഒരു സോബർ ടേസ്റ്റ് ഇഷ്ടപ്പെടുന്നവർക്കുള്ള സാരീസാണിതെല്ലാം. ഇങ്ങനെയാണ് ഈ സാരിയുടെ ബ്ലൗസ് പീസിൻ്റെ പാർട്ട് വരുന്നത്. വൈറ്റിൽ ഇങ്ങനെ ചെറിയ ബ്രൗൺ ഡോട്ട്സ് ആണ് ബ്ലൗസ് പീസിൽ വരുന്നത്. പിന്നെ സാരിയുടെ ബോർഡറിൽ കാണുന്ന ആ ഡിസൈൻ ഇങ്ങനെ പോകുന്നുണ്ട്. ഓവറോൾ ഈ സാരിയുടെ ലുക്ക് ഇങ്ങനെ വരും. അപ്പോൾ അടുത്തത് നമ്മുടെ കോട്ട സാരീസാണ്. ഇതിൻ്റെ വീഡിയോ, ഡീറ്റെയിൽഡ് ആയിട്ടുള്ള വീഡിയോ ഓൾറെഡി ചെയ്തിട്ടുണ്ട്. അപ്പോൾ സാരിയെപ്പറ്റി എന്തെങ്കിലുമൊക്കെ കൂടുതലായിട്ട് അറിയണമെന്നുള്ളവർ ആ വീഡിയോ ഒന്ന് കണ്ടു നോക്കുക. ഒരു 2-3 ആഴ്ച മുന്നേ ഉള്ളൊരു വീഡിയോ ആണ് കോട്ട സാരീസിൻ്റെ തന്നെ. ഈ ബുക്ക് ചെയ്തവർക്ക് ഉള്ള ഡെസ്പാച്ചിങ് 29th കഴിഞ്ഞു. കുറേ അധികം പേർക്കൊക്കെ സാരി കിട്ടിയെന്നും പറഞ്ഞ് മെസ്സേജ് വന്നു. പുതിയ വർഷത്തിൽ സാരി കിട്ടിയവരും ഒക്കെ സന്തോഷം പങ്കുവച്ചു. എനിക്കും സന്തോഷം. അപ്പോൾ ബാക്കി ഒരു 10 പീസോളം എല്ലാം കൂടെ ചേർത്തിട്ട് എല്ലാ കളറിലേതും മിച്ചമുണ്ട്, കുറച്ച് പീസസ്. അപ്പോൾ ആർക്കെങ്കിലും ഇനി ആവശ്യമുണ്ടെങ്കിൽ കോണ്ടാക്ട് ചെയ്യാം. അപ്പോൾ ലാവൻഡർ ഒരു പീസേ ബാക്കിയുള്ളൂ, അധികം ഒന്നുമില്ല. അപ്പം ആരാണോ ആദ്യം ചോദിക്കുന്നത് അയാൾക്ക് തരാം. അപ്പോൾ ഒരു പീസ് ലാവൻഡറിൻ്റെ ഉണ്ട്. ലാവൻഡർ, ബേജ്, വൈറ്റ്. ലാവൻഡറും ബേജും വൈറ്റും ഒക്കെ ഓരോ പീസേ ബാക്കിയുള്ളൂ. കാര്യം ബേജും ഒരു പീസേ ബാക്കിയുള്ളൂ. ഈ കളറ് വൈറ്റും സിംഗിൾ പീസാണ്, കൂടുതൽ പീസസ് ഒന്നും എടുക്കാനില്ല, ഒരു പീസേ ഉള്ളൂ. ആർക്കെങ്കിലും ആവശ്യമുള്ളവർ ഉണ്ടെങ്കിൽ എന്നെ കോൺടാക്ട് ചെയ്താൽ മതി. ഈ കളറും അവൈലബിൾ, എല്ലാ കളേഴ്സും 1-2-3 പീസ് വീതം ഇതെല്ലാം അവൈലബിൾ ആണ്. ആഷ് ഉണ്ട്, ഈ ബ്ലൂ ഇതുണ്ട്, പിങ്ക്, പീച്ച് കുറച്ച് ഡാർക്കായിട്ടുള്ള പീച്ചാണ് കേട്ടോ, ലൈറ്റ് പീച്ചല്ല, ഡാർക്കായിട്ടുള്ള പീച്ചാണ്. യെല്ലോ ഇപ്പോൾ കുറച്ച് ഇരുട്ടാകാൻ തുടങ്ങുമ്പോൾ പിന്നെയും കളേഴ്സ് കുറച്ചുകൂടി ഒരു എക്സാക്റ്റ് കളർ നമുക്ക് വീഡിയോയിൽ കിട്ടാൻ തുടങ്ങും. ആർക്കെങ്കിലും ആവശ്യമുള്ളവരുണ്ടെങ്കിൽ എന്നെ വാട്സപ്പ് ചെയ്താൽ മതി. ഇന്നത്തെ വീഡിയോയിൽ ഇത്രയും കളക്ഷൻസാണ് ഉൾപ്പെടുത്തിയിരിക്കുന്നത്.
നിങ്ങളുടെ ഫീഡ്ബാക്കൊക്കെ എന്നെ അറിയിക്കണം. നിങ്ങളിപ്പോൾ തരുന്ന സപ്പോർട്ട് തുടർന്നും ഉണ്ടാകണം. നിങ്ങൾക്ക് എന്ത് ഫീഡ്ബാക്ക് ഉണ്ടെങ്കിലും എന്നോട് വന്ന് പറയാം. അതിനൊന്നും ഒരു പ്രശ്നവുമില്ല. മോശമാണെങ്കിലും നല്ലതാണെങ്കിലും അല്ല, നെഗറ്റീവായിട്ടുള്ളത് പറയുമ്പോൾ ഞാനത് നെഗറ്റീവായിട്ട് എടുക്കുന്ന ഒരാളല്ല. ഞാനത് മനസ്സിലാക്കാനും തിരുത്താനും തയ്യാറായിട്ട് തന്നെ ഉള്ള ഒരാളാണ്. അതുകൊണ്ട് നമുക്ക് ഒരുമിച്ച് മുന്നോട്ട് പോകണമെന്നുള്ളതാണ് എൻ്റെ ആഗ്രഹം. അപ്പോൾ നിങ്ങൾ ഇതുവരെ തന്ന എല്ലാ പിന്തുണയ്ക്കും ഒരുപാട് നന്ദി. വളരെ അൺഎക്സ്പെക്റ്റഡ് ആയിട്ടുള്ള ഒരു വാം വെൽക്കം ആയിരുന്നു നിങ്ങൾ എനിക്ക് തന്നത്. അതിലെനിക്ക് ഒരുപാട് സന്തോഷമുണ്ട്. ഇയർ എൻഡ് ആയപ്പോൾ വളരെ നല്ല ഒരു വർഷമായിരുന്നു എനിക്ക് 2025. 2026ഉം അങ്ങനെ തന്നെ ആകും എന്ന് പ്രാർത്ഥനയോടെ പ്രതീക്ഷയോടെ ഇന്നത്തെ വീഡിയോ വൈൻഡപ്പ് ചെയ്യാണ്. വീണ്ടും പുതിയ കുറേ കളക്ഷൻസുമായിട്ട് നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അപ്പോൾ എല്ലാവർക്കും താങ്ക് യു.